ഓൺ ചെയ്തു. ക്രൂയിസ് കൺട്രോൾ ഒന്ന് ഓൺ ചെയ്യാം. ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്തു, സെറ്റ് ചെയ്തു. 51 കിലോമീറ്റർ ക്രൂയിസ് കൺട്രോൾ വെച്ചു. വണ്ടി ആ ഒരു ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാം. ഏതെങ്കിലും നമ്പർ മുട്ടുമ്പോൾ ആ നമ്പർ ഹൈലൈറ്റ് ആവുന്നുണ്ട്. അതൊരു കൗതുകമായിട്ട് തോന്നിയ കാര്യമാണ് കേട്ടോ. കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയ ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് NVH ലെവലാണ്. നമസ്കാരം. ഇത് TVSൻ്റെ അപ്പാച്ചെ സീരീസിലെ ഏറ്റവും പുതിയ ബൈക്കാണ്, അപ്പാച്ചെ RTR 310. അപ്പോൾ നമ്മൾ RR 310 ഓടിച്ചിട്ടുണ്ട്. ആ ഒരു വണ്ടിയുടെ നേക്കഡ് സ്പോട്ട് എന്നൊക്കെ ഈ ഒരു വണ്ടിയെ പറയാം. ഈ വണ്ടി തീർച്ചയായും വൈറലായിരുന്നു. ആ ഒരു കൂളിംഗ് സീറ്റൊക്കെ വന്ന മോഡലാണ്. കഴിഞ്ഞ വർഷം തായ്ലാൻഡ് ലെവലിൽ ലോഞ്ച് ചെയ്തപ്പോൾ കുറച്ചധികം സംസാര വിഷയമായ വണ്ടിയായിരുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ വണ്ടിയുണ്ട്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിൽ സ്വാഗതം. നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. പരിചയപ്പെടാൻ പറയുമ്പോഴേ ശരിക്കും ഒരുപാട് വീഡിയോസ് വന്ന ഒരുപാട് വൈറലായിട്ടൊരു കണ്ടൻ്റായിട്ടുള്ള ഈ വണ്ടിയുടെ കുറേ കാര്യങ്ങളൊന്നും പറയാം. പക്ഷേ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അതൊക്കെ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സ്വാഗതം. ഈ RR 310 എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ഫുള്ളി ആയിട്ടുള്ള ഒരു ഫെയറിങ്ങുള്ള വണ്ടിയാണെങ്കിൽ RTR 310 എന്ന് പറയുന്നത് നേക്കഡ് സ്പോട്ടാണ്. അപ്പോൾ അതിൻ്റെ അഗ്രസീവായിട്ടുള്ള രൂപം നമുക്ക് കാണാം. ഹെഡ് ലാമ്പ് LED ആണ്. ഹെഡ് ലാമ്പിൻ്റെ മുകളിൽ ഒരു പൊസിഷൻ ലാമ്പ്സ് ഉണ്ട്, 2 താഴെയായിട്ട് കാണാം. ആ ഒരു കവൾ കൊടുത്ത ആ ഒരു ഫ്ലാഗ് എല്ലാം നല്ല മനോഹരമാണ്. വലിയ ഫോർക്കാണ്. ഈ ഫോർക്ക് എന്ന് പറയുന്നതും ആ ഒരു ഗോൾഡൻ കളർ തന്നെ കേട്ടോ. RTR 310ലും RR 310 പോലെ. ഇനി ഈ ഒരു വണ്ടിക്ക് BTO എന്ന് പറയുന്ന ബിൽഡ് ടു ഓർഡർ എന്ന ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇനി ഇവിടെ ഈ ലിവറുകളൊക്കെ തന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല മിറർ വലിയ മിററാണ്. ഇനി ഇവിടെ ക്ലസ്റ്റർ കാണാം, ക്ലസ്റ്ററിൻ്റെ ഒരു ഭാഗം കാണാം. ഇവിടെ കുറച്ചധികം സ്വിച്ചുകളുണ്ട്. ആ സ്വിച്ചുകളിലേക്ക് വരാം. ഇനി ഈ ഒരു ഫ്യൂൽ ടാങ്കും അത്യാവശ്യം അഗ്രസീവാണ്. ആ ടാങ്കിൻ്റെ മുകളിൽ അപ്പാച്ചെ എന്നുള്ള ആ ഒരു ലെറ്ററിങ് ഉണ്ട്. ഇവിടെ ആ ഒരു ഫോർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ BTO ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഇനി ഇവിടെ ആ ഒരു സെൽഫ് സ്റ്റാർട്ട് തന്നെയാണ്, ആ സ്വിച്ച് തന്നെയാണ് എൻജിൻ കിൽ സ്വിച്ച് എന്നുള്ളതാണ് കേട്ടോ. താഴെ ആ ഒരു ഫ്രെയിമിനെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. ഹൈപ്പർ സ്പെക്ക് എന്നുള്ളത് റിവേഴ്സ്ലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പൊസിഷൻ കണ്ടോ. 312 cc എഞ്ചിനാണത്. ആ ഒരു എഞ്ചിനിൽ ആ ഒരു കൂളർ ജെറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി ഇവിടെ ആ ഒരു ഫ്രെയിമിന് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. സീറ്റ് സ്റ്റെപ്പ് അപ്പ് സീറ്റാണ്. ഈ സീറ്റിൽ കൂളിംഗ് ഫംഗ്ഷനുള്ള മോഡൽ BTO ആണ്. ഇതിനകത്ത് കൂളിംഗ് ഫംഗ്ഷൻ ഇല്ല. കൂളിംഗ് എന്നല്ല, ഒരു ചെറിയ ഫാൻ അകത്തുണ്ടെന്നുള്ളൂ. ഇനി താഴെ നമുക്ക് ആ ഒരു വലിയ എക്സോസ് പൈപ്പ് കാണാം. അകത്തുകൂടെ നിങ്ങൾക്ക് ആ ഒരു വലിയ സ്പ്രിങ് കൂടി കാണുന്നില്ലേ, അതായത് ഷോക്ക് അബ്സോർവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. ഇനി ഇവിടെ പിന്നിലും ആ ഒരു വലിയ വീല് കാണാം. വീല് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഈ 2 വീലുകളും കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ബാക്കിൽ ആ ഒരു യെല്ലോ കളറും മുമ്പിൽ ബ്ലാക്കുമാണ്. ഇനി ഹാങ്ങറല്ല, പകരം ആ ഒരു ടയറിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു ചെറിയ ഒരു പീസിലാണ് ആ ഒരു ടൈലാമും കാര്യങ്ങളുള്ളത്. മുകളിലായിട്ട് ഹാങ്ങർ ഇല്ല എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല, പക്ഷേ പലരും മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ TVS വണ്ടി തന്നെ കൊടുക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ടൈലാമ്പ് കൂടി കാണാം കണ്ടോ. ഈ റേഡിയേറ്റർ കണ്ടില്ലേ, ഒപ്റ്റിമൈസ്ഡ് കൂളിംഗ് ജാക്കറ്റ് എന്ന് പറയുന്ന 23ഓളം റേഡിയേറ്റർ ട്യൂബ് ഈ ഒരു കൂളിംഗ് ജാക്കറ്റിൻ്റെ കാര്യമായിട്ട് TVS പറയുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. യെല്ലോ അല്ലെങ്കിൽ ആ ഒരു ഗ്രേ എന്ന് പറയുന്ന കളർ കോമ്പിനേഷനും വൈറ്റ് ഹൈപ്പർ സ്പെക്ക് എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗിയൊക്കെ തീർത്ത് മനോഹരമാണെന്ന് കാണാം. ഇനി ഇവിടെ ഒരു കൗളുണ്ട്. ഡു നോട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ കൗളോടെ എയർ ആ ഒരു വെൻറ്റിലേഷൻ അകത്തേക്കുള്ളതാണ്. റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ്റെ ആ ഒരു എക്സോസ്റ്റ് പൈപ്പിൻ്റെ ആ ഒരു കണക്ഷൻ കണ്ടോ, അതിവിടെയാണ്. ഈ ബൈക്ക് നേക്കഡ് സ്പോട്ടാണല്ലോ. ലിറ്ററലി എല്ലാം നമുക്ക് ആക്സസിബിളാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ആ ഒരു ഫിൽറ്റർ, കാറുകളിലുള്ള ഫിൽറ്റർ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. താഴെ ആ ഒരു കൗളിൻ്റെ ഭാഗം കാണാം. DOHC എന്നുള്ള ആ ഒരു ലേബലുണ്ട്. റിവേഴ്സ് ഇംഗ്ലീഷിലാണ് നേരിട്ടുണ്ട്. ഇനി സ്മാർട്ട് കണക്റ്റ് കാര്യങ്ങൾ കാണാം. സ്മാർട്ട് കണക്റ്റ് ആപ്പ് TVSലുള്ള എല്ലാ വണ്ടിയിലും പോലെ ഈ ഒരു അപ്പാച്ചയിലുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, അത് ബൈ ഡയറക്ഷനിലാണ്. ത്രോട്ടിൽ ബൈ വയർ, കോർണറിങ് ABS, കോർണറിങ് ക്രൂയിസ് കൺട്രോൾ അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ വിരൽ എണ്ണാവുന്നതിലധികം ഫീച്ചേഴ്സ് ഈ വണ്ടിക്കുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫീച്ചേഴ്സിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് തീർത്തും അഗ്രസീവായിട്ടുള്ള ബൈക്കാണത്. നല്ല ഫാസ്റ്റായിട്ടൊരു ബൈക്ക്. ഏകദേശം 36 PS പവറും 29 Nm ടോർക്കുള്ള ഈ വേണ്ട 312 cc സിംഗിൾ സിലിണ്ടർ DOHC എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല അഗ്രസീവാണ്. കൈ കൊടുക്കുമ്പോൾ ശരിക്കും പാഞ്ഞു കയറി പോകുന്നുണ്ട്. ഇതാണ് TVS RTR 310, അപ്പാച്ചെ 310. അതിൻ്റെ ആ ഒരു മീറ്റർ ക്ലസ്റ്റർ. ഇതിനകത്ത് ഒരുപാട് മോഡുകളുണ്ട്. ഇപ്പോൾ മോഡുകളെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ആ ഒരു അർബൻ അല്ലെങ്കിൽ ക്ലോസ് ത്രോട്ടിൽ, റെയിൻ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ. ഈ സൂപ്പർ മോട്ടോയിൽ ABSും അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫണ്ണാണ് കാര്യങ്ങൾ. സെറ്റിങ്സിനകത്ത് കയറിയാൽ തന്നെ ഇപ്പോൾ നമുക്കിവിടെ റൈഡ് മോഡ്, ട്രിപ്പ് ഡീറ്റെയിൽസ്, മൈ വെഹിക്കിൾ പ്രഫറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. അതിനകത്ത് ഡൈനാമിക് ഹെഡ് ലാമ്പ്, ഞാൻ നേരത്തെ ഓട്ടോ ഹെഡ് ലാമ്പ്സ് ആണ്. DRL, ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓഫ് ചെയ്യാനൊക്കെ പറ്റും. സാധാരണ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പിന്നാക്കം പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ് മാറ്റുന്നത് ശരിക്കും ഇവിടെ ആ ഒരു സിംഗിൾ ക്ലിക്കിലാണെന്നുള്ളത് വളരെ എളുപ്പമാണ്. ത്രോട്ടിലൊന്ന് വിട്ടാൽ ആ മുടങ്ങ് മാറും. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ ആ ഒരു ബട്ടണാണ്. ഇവിടെ പാസ് ലൈറ്റ് ഉണ്ട്, ഇത് ആ ഒരു ഹസാർഡ് ലൈറ്റ് സ്വിച്ചാണ്. ഇതാണ് ഹോൺ. നല്ല രസമുള്ള ഹോണാണ്. ഇനി വലതുവശത്ത് ആ ഒരു സെൽഫ് സ്റ്റാർട്ടറിൻ്റെ അല്ലെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ചും കാണാം. ഇനി കീ ഹോൾ എന്ന് പറയുന്നത് ടാങ്കിൻ്റെ മുമ്പിലാണ്. ഇനി ഇത് ഓൺ ചെയ്യുമ്പോൾ TVSൻ്റെ ആ ഒരു
ലോഗോയോട് കൂടിയ 1982 എന്നുള്ള ട്രഡീഷനോട് കൂടിയ ബിൽറ്റ് ഓർഡറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഓണായി വരും. ഇപ്പോൾ നമ്മൾ സ്പോർട്ട് മോഡിലാണുള്ളത്. റേസിംഗ് DNA ഉള്ള വണ്ടികളെന്നാണ് RTR സീരീസിനെ TVS വിളിക്കുന്നത്. അപ്പോൾ അത് ഓരോ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് അറിയാനും പറ്റും. ഇപ്പോൾ ട്രാക്കിൽ പോയിട്ട് നമ്മൾ RTR ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് RR 310 ഓടിച്ചപ്പോൾ കിട്ടിയ ഒരു ഫീലും ഒക്കെ വെച്ചിട്ട് ഈ ഒരു വണ്ടി കയറിയപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആകെ ഉള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയത് തീർത്തും അഗ്രസീവാണ്, കുതിച്ചുകൊണ്ട് നിൽക്കപ്പോഴും. അതായത് പോന്ന് പറഞ്ഞിട്ട് നമ്മൾ 5ാമത്തെ ഗിയറിലാണ്, ത്രോട്ടിൽ കൊടുത്തില്ലെങ്കിലും 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇതിന് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ക്രൂസ് കൺട്രോളല്ല, ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ നല്ല വണ്ടിയാണ്, നല്ല ഒരു റൈഡിങ് പോസ്റ്റർ ഉണ്ട്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്തിരി ഒരു റിഫൈൻമെൻറ്റ് ലെവലിൽ ഒരു കുറവ് തോന്നിച്ചു. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ പറയാം. TVS അപ്പാച്ചയുടെ ഈ ഒരു RTR 310 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ വില, യെല്ലോ ബ്ലാക്ക് കളറിൻ്റെ വില എന്ന് പറയുന്നത് 2,62,200 രൂപയോളം ഷോറൂം പ്രൈസാണ്. അപ്പോൾ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസലും കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഒരുപാട് ഫീച്ചേഴ്സുള്ള, ഒരുപാട് സവിശേഷത, വിരൽ എന്നെ തീരാത്ത അത്രയും സവിശേഷതകളുള്ള വണ്ടി എന്ന് പറയുമ്പോൾ കൊണ്ടുനടക്കാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു അപ്പാച്ചെ എന്നുകൂടി പറയേണ്ടതുണ്ട്. TVSൻ്റെ അപ്പാച്ചെ RR 310 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഒരു ഫുൾ ഫെയറിംഗ് ഉള്ള ഒരു സ്പോർട്സ് കൈൻഡ് ഓഫ് ബൈക്ക് എന്ന നിലയ്ക്ക് ഓടിക്കാൻ നല്ല ഫണ്ണുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു RR 310 എന്നുള്ളതാണ്. അപ്പോൾ RR 310ൻ്റെ അതേ കപ്പാസിറ്റിയും അതേ കാപ്പബിലിറ്റിയുമായിട്ട് ഒരു നേക്കഡ് സ്പോർട്ട് ബൈക്കായിട്ട് RTR 310 വന്നേക്കാം. ഇത് ഓടിക്കുമ്പോഴേ ശരിക്കും ആദ്യത്തെ ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇതൊരു മെരുക്കാൻ പാടുള്ള കുതിരയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്യൂക്ക് 390 അതല്ലെങ്കിൽ ഹുഷ്ക് പറഞ്ഞ ഇപ്പോൾ ഞാൻ ഓടിച്ച 401 അതുപോലുള്ള വണ്ടികളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് തുള്ളി നിൽക്കുന്നത്. നമുക്കൊരു റിലാക്സേഷൻ ഇല്ല, പറന്നു പോ എന്നുള്ള ഒരു ഫീലാണ്. കൈ കൊടുത്താൽ ആ ഒരു ഫീൽ നമുക്ക് റിവാർഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇൻ ഗിയർ ആക്സിലറേഷൻ നല്ലതാണ്. ആ ഒരു തുള്ളി നിൽക്കുന്ന അഗ്രസീവ്നെസ് കൂടുതലാണ്. കുറച്ചധികം ഒരു ഇത്തിരി വയലൻ്റാണ് വണ്ടി. നമുക്ക് മെല്ലെ ഓടിക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ 6ാമത്തെ ഗിയറിലാണ് പോകണം, ത്രോട്ടിൽ വിട്ടു, വണ്ടി സ്ലോ ആയി. പക്ഷേ ഞാൻ 5ാമത്തെ ഗിയറിലാണെന്ന് വെച്ചോ വണ്ടി ആ ഒരു സ്പീഡിൽ ഇങ്ങനെ പോവും. റൈഡിങ് മോഡുകളുണ്ട്, റെയിൻ അല്ലെങ്കിൽ അർബൻ അല്ലെങ്കിൽ സ്പോർട്ട്, അതുമല്ലെങ്കിൽ ട്രാക്ക്, സൂപ്പർ മോട്ടോ വിത്ത് റിയർ ABS ഓഫാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ണൊക്കെ വേണ്ടിയിട്ട് ആ ഒരു മോഡൊക്കെ യൂസ് ചെയ്യാം, ഫണ്ണൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് അഗ്രസീവായൊരു ബൈക്കാണ് RTR 310 എന്നുള്ളതാണ്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നതും കുറച്ചധികം സ്റ്റിഫാണ്. ഒന്ന് പൊളിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് സസ്പെൻഷനാണ് ഇതിനുള്ളത്. ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു BTO എന്ന് പറയുന്ന ബിൽഡ് ടു ഓർഡർ എന്ന് പറയുന്ന വേർഷനിൽ കൂളിംഗ് സീറ്റ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു ഇത്തിരി കൂടി അഗ്രസീവായിട്ടുള്ള ഒരു ട്യൂണിംഗ് ആണ് സസ്പെൻഷനൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് ഇതെന്നുള്ളതാണ്. കോർണറിങ് ABS പോലുള്ള കാര്യങ്ങൾ, സാധാരണ ABS അതല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നില്ല. ക്രൂസ് കൺട്രോൾ ഒന്ന് ഓൺ ചെയ്യാം. ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്തു, സെറ്റ് ചെയ്തു, 51 കിലോമീറ്റർ ക്രൂസ് കൺട്രോൾ വെച്ചു. വണ്ടി ആ ഒരു ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ ഇതിൽ കൈയെടുത്ത് മാറ്റിയത് ഞാൻ ആ ഒരു ക്രൂസ് കൺട്രോളിൻ്റെ ആ ഒരു കാര്യം കാണിക്കാനാണ്. പക്ഷേ നമുക്ക് ഈ ഒരു 50 കിലോമീറ്റർ ക്രൂസ് കൺട്രോൾ ഓടിച്ചാൽ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ടാവും. ഒരു 30 കിട്ടണമെന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു 25-28 ആ റേഞ്ചൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ അഗ്രസീവാണ്, ത്രോട്ടിൽ ബൈ വയറാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്യൂണിംഗ് എന്ന് പറയുന്നത് ക്രൂസ് കൺട്രോൾ ഓഫായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കൂട്ടണമെങ്കിൽ മോഡുകൾ മാറ്റിയാൽ മതി. അർബനേക്കാളും റെസ്പോൺസ് ഉണ്ട് സ്പോർട്ട് മോഡിൽ, അതിനേക്കാളും കുറച്ചും കൂടി റെസ്പോൺസ് ഉണ്ട് ആ ഒരു ട്രാക്ക് മോഡിൽ, റാലി എന്ന് പറഞ്ഞാൽ അല്ല ട്രാക്ക് മോഡിൽ ആ ഒരു ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൈ കൊടുത്താൽ വണ്ടി ഒന്ന് ഡൗൺ ചെയ്ത് ഓൾ ദ വേ 10,000 RPM റെഡ് ലൈൻ ചെയ്ത് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ തീർത്തും ഡ്രൈവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു 312, അതായത് 312cc DOHC സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്നുള്ളതാണ്. റിവേഴ്സ് സിംഗിളുണ്ട്. ഇപ്പോൾ RPM മീറ്ററിൻ്റെ ഒരു കൗതുകം പറഞ്ഞാൽ RPM ഇങ്ങനെ കയറിപ്പോകുമ്പോഴേ ആ ഒരു നമ്പറിലെത്തുമ്പോൾ ഏതെങ്കിലും നമ്പർ മുട്ടുമ്പോൾ ആ നമ്പർ ഹൈലൈറ്റ് ആവുന്നുണ്ട്. അതൊരു കൗതുകമായിട്ട് തോന്നിയ കാര്യമാണ് കേട്ടോ. എഞ്ചിൻ നോട്ട് കൊള്ളാം, അത്യാവശ്യം നല്ല നോട്ടാണ്, പ്രശ്നമൊന്നുമില്ല, കേൾക്കാനായിട്ട് നല്ല ഇമ്പുണ്ട്. നമ്മൾ മെല്ലെ പോവാണ്. ഫസ്റ്റ് ഗിയറിലൊക്കെ ഒന്ന് റെഡ് ലൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർത്തും ആളുകളൊക്കെ നോക്കുന്ന നിലയ്ക്കുള്ള ആ ഒരു സൗണ്ട് ഉണ്ട് എന്നുള്ള. സീറ്റ് കൊള്ളാം, നല്ല സീറ്റാണ്. ഇപ്പോൾ സാഡിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇരിക്കാൻ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു റൈഡിങ് പോസ്റ്റർ നല്ലതാണ്. ഉയർന്ന ഹാൻഡിലും താഴ്ന്ന സീറ്റും നമുക്ക് നല്ലൊരു റൈഡിങ് പോസ്റ്റർ തരുന്നുണ്ട്. ഫാറ്റിക്കൊന്നും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റും. ലോങ് ഡ്രൈവ് ഓടിക്കുമ്പോൾ ഞാൻ കുറച്ചധികം റൈഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റ് പല ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ഷീണമില്ലാത്തൊരു വണ്ടി എന്നുകൂടി ഈ ഒരു RTR 310 പറയണം. ഈ ത്രോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലച്ച് ഒരു ഇത്തിരി ഹെവിയർ സൈഡ് ആണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല.
പിന്നെ ബ്രേക്കിൻ്റെ ആ ഒരു ലിവർ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആയിട്ടുള്ളൊരു തമ്പിൻ്റെ പൊസിഷനിൽ നമുക്കൊന്ന് വെക്കാൻ പറ്റുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ യൂസ്ഫുള്ളാണ്. ബ്രേക്സ് നല്ലതാണ് ഈ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഒന്ന് അത്യാവശ്യത്തിന് ചവിട്ടിന് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഡ്രാമയൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. വലിയ വീലുകളാണ്, ആ കാര്യങ്ങളൊക്കെ ഗുണമാണ്. ഇപ്പോൾ സസ്പെൻഷൻ ട്യൂൺ ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റിഫാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആക്കാൻ, എന്നാലും സോഫ്റ്റ് ആക്കുന്ന പരിധിയുണ്ട്. ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട് ഇതിനകത്ത്. കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയ ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് NVH ലെവലാണ്, അതായത് നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ്. നോയ്സ് ഓക്കെ ഫണ്ണായിട്ട് കാണാം, പക്ഷേ ആ ഒരു വൈബ്രേഷൻ തികച്ചും നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് RPM കയറ്റി റെഡ് ലൈനോട് ഓടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻ ഗിയർ ആക്സിലറേഷൻ ശ്രമിക്കുകയാണെങ്കിലൊക്കെ തീർത്തും വണ്ടി വിറയ്ക്കുന്നുണ്ട് നന്നായിട്ട്. കണ്ണാടി ഒരു വിറ വരുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. ഹാർഷ്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടലിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കൈ കൊടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഹാർഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ 3 കാര്യങ്ങളിൽ വണ്ടി ഒരു ഒത്തിരി നെഗറ്റീവ് സൈഡായിട്ട് കാണാവുന്ന കാര്യമാണ്. ബാക്കിയുള്ള പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് ഹാൻഡ്ലിങ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്, ഇതൊരു ഹാൻഡ്ലറാണ് എന്ന് തന്നെ പറയാം. പിന്നെ മോഡ് മാറ്റി കൈ കൊടുത്തു കണ്ടോ, കയറി പോയി കണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് വണ്ടി കേട്ടോ. 7 സെക്കൻഡ് താഴെ 0 to 100ഉം 3 സെക്കൻഡ് താഴെ 0 to 60 പോകുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് തീർത്തും നല്ല ഫാസ്റ്റാണ്. ടോപ്പ് സ്പീഡ് ലിമിറ്റഡാണ്, പക്ഷേ ടോപ്പ് സ്പീഡൊന്നും ഇപ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ റോഡിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സ്പീഡും ഉള്ള ആ ഒരു ഹാൻഡ്ലിങ്ങും വെച്ച് നമുക്ക് പൊളിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് എന്നുള്ളൊരു കാര്യം. 3 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടികളിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് RTR 310 എന്നുള്ളതാണ്. അപ്പോൾ ഡൗൺ ചെയ്തു. അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.